ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, അതിൽ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയ കേസിലെ ഇപ്പോൾ എ പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണെന്നുള്ള വിവരമാണ്. പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ സ്വാഭാവിക ജാമ്യം എല്ലാ പ്രതികൾക്കും ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടില്ല. അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെന്ന് SIT കരുതുന്ന എ പത്മകുമാറിന് കൂടി ജാമ്യം ലഭിക്കുകയാണ്. ദ്വാരപാലക പാളികൾ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള, അതിലെ സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്നുള്ള കേസിലാണ് പത്മകുമാറിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കട്ടളപ്പാളി കേസിൽ 2 ആഴ്ച മുമ്പാണ് പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. അതിൽ അന്ന് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ 2 FIRലും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആദ്യം കട്ടളപ്പാളി കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിൽ 90 ദിവസം പിന്നിട്ടപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ് ഇന്നാണ് ഈ 2ാമത്തെ കേസിൽ ദ്വാരപാലക പാളി FIRൽ സ്വാഭാവിക ജാമ്യം കോടതി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കോടതി അത് പരിഗണിച്ച ശേഷം ഇന്ന് ഉത്തരവ് പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ആ കേസിൽ കൂടി ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ പത്മകുമാറിന്റെ ജയിൽ മോചനത്തിലുള്ള വഴി തെളിയുകയാണ്. ഏതാണ്ട് 3 മാസത്തെ ജയിൽവാസത്തിന് ശേഷം പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിൽ മോചിതനാകാൻ പോകുന്നു.